ഇവിടെ നല്ല ചൂടായി കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതേ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മാങ്ങയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മാംഗോ സാഗോ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ രീതിയിലാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതേ പാല് ചൂടായപ്പോൾ അതിൽ ബ്രൗൺ ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ സാബുദാന ഞാൻ നന്നായിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ കസ്റ്റാർഡും നല്ല പാലൊക്കെ മിക്സ് ചെയ്ത് നല്ല രീതിയിലാക്കിയാണ്. അപ്പോൾ അത് പാലിവിടെ ചൂടായപ്പോഴത്തേക്കും കസ്റ്റാർഡ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതിയാകും. കുറേ നേരം ഇട്ട് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് സാബുദാന നല്ല വെള്ളത്തിൽ കഴുകി ഞാൻ അരിപ്പയിൽ തന്നെ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇത് മാങ്ങ എല്ലാം അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതേ സാബുദാനയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. സാബുദാന ഞാൻ അരിപ്പയിൽ നിന്ന് മാറ്റാൻ വിട്ടുപോയി കേട്ടോ, അതുകൊണ്ട് കട്ട് ചെയ്യിപ്പോയി. അപ്പോൾ അതേ ഞാൻ ആ കസ്റ്റാർഡും പാലും ഒക്കെ കൂടിയുള്ളത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കേട്ടോ, ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വാനില എസൻസും അതേപോലെ മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ. കാരണം മാംഗോക്ക് ഓൾറെഡി മധുരമുണ്ട്. നല്ലൊരു ഡെസേർട്ടാണ് ഇത്. ചൂടുകാലത്തൊക്കെ കഴിക്കാൻ വേണ്ടി അടിപൊളി ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത വീഡിയോ